ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ തുടങ്ങുകയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന മിഗു യാർഡിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ വേഗം കറങ്ങാൻ ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം പോയാൽ ജൂട്ട എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. സമ്മറിൽ ആ വില്ലേജ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങോട്ടുള്ള റോഡ് വീതി കുറഞ്ഞ ഓഫ് റോഡാണ്. അതുകൊണ്ട് വിൻ്ററിൽ അത് ക്ലോസ് ആണോ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ ആരെങ്കിലും സമ്മറിൽ വരികയാണെങ്കിൽ ജൂട്ട എന്തായാലും പോയി കാണണം. ഇതാണ് അങ്ങോട്ടേക്കുള്ള വീതി കുറഞ്ഞ ആ ഒരു റോഡ്. ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയെങ്കിലും മഞ്ഞ് വീണിട്ട് റോഡ് ക്ലോസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റഷ്യൻ ജോർജിയൻ ബോർഡറിലേക്കാണ്. ആ വഴിയുള്ള കാഴ്ചകൾ കാണാം. ഒരു സൈഡിൽ വലിയ കുന്നും മറു സൈഡിൽ വലിയ താഴ്ചയൊക്കെ ആയിട്ട് നല്ല കാഴ്ചയൊക്കെ കണ്ട് ഈ ഒരു റോഡിലൂടെ പോകാം. ഇടയ്ക്ക് ചെറുതായിട്ട് മഴയും പെയ്തു. ബോർഡർ എത്താറായപ്പോൾ കുറേ ട്രക്കുകളൊക്കെ സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഈ കാണുന്ന ഈ ഒരു ഗേറ്റാണ് റഷ്യൻ ജോർജിയൻ ബോർഡർ. ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് റഷ്യയാണ്. ദരിയാലി എന്നാണ് ഈ ഒരു ലാസ്റ്റ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു മൊണാസ്ട്രി കൂടിയുണ്ട്. റോഡ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു മൊണാസ്ട്രിയാണ് ദരിയാലി മൊണാസ്ട്രി. ഇനി നമ്മൾ കസ്ബഗിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചിലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ടേക്കുള്ള റോഡ് ഓഫ് റോഡ് ആയതുകൊണ്ട് 4x4 വണ്ടിയിൽ വരുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കങ്ങനെ വരാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് അവിടെ ആൾക്കാർ റെഡിയാണ്. ഒരു 50 ലാറിയൊക്കെ കൊടുത്താൽ അവരവരുടെ വണ്ടിയിൽ നമ്മൾ ഈ ചർച്ചിൻ്റെ അടുത്ത് ഇറക്കി തരും. ഞങ്ങൾ പോകുന്ന വഴിയിൽ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ താഴേന്ന് അവരുടെ വണ്ടിയിൽ വരുന്നതായിരിക്കും നല്ലത്. ദൂരെ നമ്മൾ ആ കാണുന്നതാണ് ട്രിനിറ്റി ചർച്ച്. ചർച്ചിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ച കാണേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു വ്യൂ. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനായിരുന്നു അത്. കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് മഞ്ഞിലൊക്കെ കളിച്ച് നമ്മൾ നേരെ തിബ്ലിസിക്ക് പോയി. ഇന്ന് നൈറ്റ് സ്റ്റേ നമ്മൾ തിബ്ലിസിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയെ മഞ്ഞുരുക്കി താഴോട്ട് വീഴുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്നലെ വന്ന ഗുദൗരി വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശന്നു. അവിടുത്തെ ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റിൽ കയറി കച്ചാപ്പൂരി, ബാർബിക്യൂ, കിങ്കാലിയൊക്കെ കഴിച്ചു. കച്ചാപ്പൂരി ചീസൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു വിഭവമാണ്. കിങ്കാലി നമ്മുടെ മോമോസൊക്കെ പോലെ ഇരിക്കും, ഉള്ളിൽ മീറ്റൊക്കെ ആയിട്ട്. വൈൻ പിന്നെ അവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടും. ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ ടിബ്ലിസി എത്തി. ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഓവർടേക്ക് ചെയ്യുമ്പോഴും ബസ് ലൈനും ഒക്കെ എന്തായാലും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഫൈൻ ഉറപ്പായിട്ടും കിട്ടും. കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഞങ്ങൾ ടിബ്ലിസിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ദൂരെ കാണുന്ന ആ ഒരു ബ്രിഡ്ജാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. ആ ബ്രിഡ്ജിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ വഴിയെ കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ പോയത് ടിബ്ലിസിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചിലേക്കാണ്. ഈവനിങ് ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ആ ചർച്ചിലെത്തിയത്. ലൈറ്റൊക്കെ ആയിട്ട് ചർച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങളാരെങ്കിലും ജോർജിയയിൽ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടാണ് ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയത്. ഇതോടെ നമ്മുടെ സെക്കൻഡ് ഡേ ഇവിടെ അവസാനിക്കുന്നു. ട്രിപ്പിൻ്റെ 3-ാം ദിവസം ആദ്യം നമ്മൾ പോയത് സബാദുരി ഫോറസ്റ്റിലേക്കാണ്. വിൻ്ററിൻ്റെ അവസാനമായതുകൊണ്ട് ഇലകളൊന്നും ഇല്ലാതെ ചില്ലകൾ മാത്രമായിട്ട് ആ ഒരു ഫോറസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടിബ്ലിസിയിൽ നിന്നും 40 കിലോമീറ്റേഴ്സ് ഡ്രൈവാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക്.
ഇന്ന് സബാദുരി ഫോറസ്റ്റ് കണ്ട് ഗോംബുരി പാസ് വഴി സിഗ്നാഗി എന്ന സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജനുവരി ഫെബ്രുവരി മന്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ മഞ്ഞിൽ മൂടിയിട്ട് ഈ ഫോറസ്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. സമ്മർ ആയാൽ ഫുൾ പച്ചപ്പായിട്ട് അതും വേറൊരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ സബാദുരി കണ്ട് ഗോംബുരി പാസ് വഴി ഡ്രൈവ് ചെയ്ത് റോഡിൻ്റെ രണ്ട് സൈഡിലുമായി ഒരുപാട് വൈൻ യാർഡൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊരു വൈനറി കണ്ടു, ഷൂമി വൈനറി. നമ്മൾ വൈൻ ടൂറിനുള്ള ടിക്കറ്റ് എടുത്താൽ ഗൈഡ് നമ്മളെ വൈനറി എല്ലാം ചുറ്റി കാണിക്കും. അവരുടെ വൈൻ മേക്കിങ്ങിൻ്റെ രീതികളും വൈൻ എങ്ങനെയായിരുന്നു അവർ സ്റ്റോർ ചെയ്തിരുന്നതെന്നെല്ലാം കാണിച്ചു തന്നു. അതോടൊപ്പം വൈൻ ടേസ്റ്റിങ്ങും ഉണ്ടായിരുന്നു. ഇതാണ് അവർ വൈൻ സ്റ്റോർ ചെയ്യുന്ന റൂം. ഇതെല്ലാം അവരുടെ ട്രഡീഷണൽ വൈൻ മേക്കിങ്ങിന് ഉപയോഗിച്ചിരുന്നതാണ്. ജോർജിയൻ ചാച്ച എന്ന ഇവരുടെ വൈൻ വോഡ്കയൊക്കെ ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്നിറങ്ങി. ഈ ഒരു വൈനറി കക്കേത്തി എന്ന സ്ഥലത്താണ്. നമ്മൾ പോകുന്ന വഴിക്ക് കക്കേത്തിയിൽ വേറെയും ഒരുപാട് വൈനറിയും വൈൻയാർഡ്സും കാണാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സിഗ്നാഗി എന്ന സിറ്റിയിലേക്കാണ്. ഈ ഒരു സിറ്റി ഓഫ് ലവ് എന്നാണ് അറിയപ്പെടുന്നത്. കപ്പിൾസ് എല്ലാം വിവാഹത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു ഫേമസ് ആയ സ്ഥലം കൂടിയാണ് സിഗ്നാഗി. റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് അവരുടെ കുറെ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടിങ്ങനെ ഷോപ്പിങ്ങും ചെയ്ത് ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ നല്ല രസമാണ്. അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് അവരുടെ ഒരു സ്വീറ്റാണ്, ചർച്ചിക്കില. ആൽമണ്ട്, വാൾനട്ട് തുടങ്ങിയ വിവിധതരം ഡ്രൈ ഫ്രൂട്ട്സ് ഒരു തരം ത്രെഡിൽ കോർത്ത് ഗ്രേപ്പ് ജ്യൂസിലോ ഹണിയിലോ മുക്കിയിട്ട് ഡ്രൈ ചെയ്തുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണിത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ജോർജിയയിൽ 4 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു വോള് കാണാനാണ്. ഇത് ജോർജിയയിലെ തന്നെ ഏറ്റവും വലിയ വാളാണ്, വാൾ ഓഫ് സിഗ്നാഗി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടുത്തെ ആൾക്കാർ ഫ്രൂട്ട്സും അവരുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. 4 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ ഒരു വോളിൻ്റെ മറ്റൊരു എൻഡാണിത്. സിഗ്നാഗി വോളൊക്കെ കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. സിഗ്നാഗിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രിയിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. സെയിൻറ്റ് നിനോ ബോഡ്ബെ മൊണാസ്ട്രി എന്നാണ് ഈ ഒരു മൊണാസ്ട്രിയുടെ പേര്. ഈ ഒരു മൊണാസ്ട്രി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ചുറ്റും ലോണും മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ ഒരു സിറ്റിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് ആ ഒരു മൊണാസ്ട്രി കാണാൻ വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം ജോർജിയൻ്റെ ഈസ്റ്റേൺ ഭാഗമൊക്കെയാണ് കണ്ടത്. കുറേ വൈൻ യാർഡ്സും വൈനറിയും ഗ്രീനറിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ. നേരത്തെ നമ്മൾ ദൂരെ നിന്ന് നോക്കി കണ്ട ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. തൊട്ടടുത്തായിട്ട് ഷാൻഗ്രില എന്ന ഒരു കാസിനോ കൂടിയുണ്ട്. ഈ ഒരു ബ്രിഡ്ജിന് അടുത്തായിട്ട് കേബിൾ കാർ ഉണ്ടായിരുന്നു. നമ്മൾ കേബിൾ കാറിലൊക്കെ കയറി സിറ്റിയുടെ നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് തൊട്ടടുത്തുനിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുറേ നേരം സംസാരിച്ചൊക്കെ അവിടെ ഇരുന്ന് ഹാപ്പി ആയിട്ടാണ് ആ ഒരു ദിവസം എൻഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു.